നമുക്കിന്ന് കമ്പ്യൂട്ടർ സയൻസിലെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. യൂസറിൽ നിന്നും ആവശ്യമായ ഡേറ്റ സ്വീകരിച്ച് അവയെ പ്രോസസ്സിങ്ങിന് വിധേയമാക്കി അർത്ഥമുള്ള നിർദ്ദേശങ്ങളാക്കി മാറ്റുന്ന ഇലക്ട്രോണിക് ഉപകരണമാണ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ എന്ന പദം ഉത്ഭവിച്ചത് ലാറ്റിൻ ഭാഷയിലെ കമ്പ്യൂട്ടസ് എന്ന വാക്കിൽ നിന്നുമാണ്. കമ്പ്യൂട്ടറിൻ്റെ പ്രധാന സവിശേഷതകളാണ് വേഗത, കൃത്യത, സംഭരണശേഷി, വൈദഗ്ധ്യം എന്നിവ. കമ്പ്യൂട്ടറിനോടുള്ള പേടിയാണ് സൈബർ ഫോബിയ. കമ്പ്യൂട്ടറിലേക്ക് നൽകുന്ന വിവരങ്ങളെ നമ്മൾ പറയുന്ന വിവരങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ കമ്പ്യൂട്ടറിലേക്ക് നൽകുന്നതിനെ നമ്മൾ ഡേറ്റ എന്നാണ് പറയുന്നത്. കമ്പ്യൂട്ടറിൽ ഇൻപുട്ടായി കൊടുക്കുന്ന ഡേറ്റ വിവരങ്ങളായി നമുക്ക് തിരിച്ചു നൽകുന്നത് ഇൻഫർമേഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. ഒരു ഡേറ്റയെ ഉപയോഗപ്രദമായ ഇൻഫർമേഷനാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ഡേറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിൻ്റെ പിതാവ് ചാൾസ് ബാബേജ് ആണ്. എല്ലാവർക്കും അറിയാവുന്നതാണ്. കമ്പ്യൂട്ടറിൻ്റെ പിതാവ് ചാൾസ് ബാബേജ് ആണ്. ചാൾസ് ബാബേജ് വികസിപ്പിച്ചെടുത്ത യന്ത്രങ്ങളാണ് ഡിഫറൻസ് എഞ്ചിനും അനലിറ്റിക് എഞ്ചിനും. ലോകത്തിലെ ആദ്യ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ENIAC ആണ്. ലോകത്തിലെ ആദ്യ ഇലക്ട്രോണിക് കമ്പ്യൂട്ടറാണ് ENIAC. ENIAC വികസിപ്പിച്ചത് ജോൺ മേഷ്ലി, പ്രെസ്പർ എക്ഹാർട്ട് എന്നിവരാണ്. ENIAC വികസിപ്പിച്ചത് ജോൺ മോഷ്ലിയും പ്രെസ്പർ എക്ഹാർട്ടുമാണ്. ലോകത്തിലെ ആദ്യ കൊമേഴ്ഷ്യൽ കമ്പ്യൂട്ടറാണ് യൂണിവാക് ഫസ്റ്റ്. അപ്പോൾ ലോകത്തിലെ ആദ്യ കൊമേഴ്ഷ്യൽ കമ്പ്യൂട്ടർ യൂണിവാക് ഫസ്റ്റ് ആണ്. ലോകത്തിലെ ആദ്യ കാൽക്കുലേറ്റിംഗ് യന്ത്രമാണ് അബാക്കസ്. ഈ അബാക്കസ് വികസിപ്പിച്ചത് ചൈനയാണ്. ലോകത്തിലെ ആദ്യ മെക്കാനിക്കൽ കാൽക്കുലേറ്റർ പാസ്കലിനാണ്. ഇത് വികസിപ്പിച്ചത് ബ്ലെയ്സ് പാസ്കലാണ് 1642. ലോഗരിതം ടേബിൾ തയ്യാറാക്കിയത് ജോൺ നേപ്പിയർ ആണ്. ലോഗരിതം ടേബിൾ തയ്യാറാക്കുന്നത് ജോൺ നേപ്പിയർ ആണ്. കാൽക്കുലേറ്റിംഗ് യന്ത്രമായ നേപ്പിയർ ബോൺ വികസിപ്പിച്ചത് ജോൺ നേപ്പിയർ ആണ്. പഞ്ച് കാർഡ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ടാബുലേറ്റർ കമ്പ്യൂട്ടർ ആദ്യമായി വികസിപ്പിച്ചത് ഹെർമൻ ഹോളറിത്ത് ആണ്. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ കമ്പ്യൂട്ടറാണ് ടിഫ്രാക്ക്. ടിഫ്രാക്കാണ്, TIFRAC ആണ് ടിഫ്രാക്ക്. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റർ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം വരുന്നത്. ഇനി വിവിധ തരം കമ്പ്യൂട്ടറുകളാണ്. ഒന്ന് അനലോഗ് കമ്പ്യൂട്ടറാണ്. അളവുകളെ മാത്രം അടിസ്ഥാനമാക്കിയാണ് അനലോഗ് കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്നത്. കൃത്യത കുറഞ്ഞ കമ്പ്യൂട്ടറുകളാണ് അനലോഗ് കമ്പ്യൂട്ടറുകൾ. വോൾട്ടേജ്, വേഗത, മർദ്ദം, താപനില എന്നിവ അളക്കാനായിട്ട് നമുക്ക് അനലോഗ് കമ്പ്യൂട്ടറുകളെ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഡിജിറ്റൽ കമ്പ്യൂട്ടറുകൾ എന്ന് പറയുന്നത് ബൈനറി നമ്പർ സിസ്റ്റം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടറാണ് ഡിജിറ്റൽ കമ്പ്യൂട്ടറുകൾ എന്ന് പറയുന്നത്. ഇത് 4 തരത്തിലുണ്ട്. മൈക്രോ കമ്പ്യൂട്ടർ, മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ, മിനി കമ്പ്യൂട്ടർ, സൂപ്പർ കമ്പ്യൂട്ടർ എന്നിങ്ങനെ 4 തരത്തിലാണ് ഉള്ളത്. അടുത്തത് ഹൈബ്രിഡ് കമ്പ്യൂട്ടറാണ്. അനലോഗ് കമ്പ്യൂട്ടറിൻ്റെയും ഡിജിറ്റൽ